സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അടുത്ത വീക്കിലേക്ക് എന്തെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസോ അതേപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങളോ, നമുക്ക് മാർക്കറ്റിൻ്റെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവുകയാണ്. സോ നമ്മൾ നേരം വഹിക്കുന്നില്ല. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തോ, അതേപോലെ തന്നെ ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തോ കേട്ടോ. സോ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങളെ ആ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. സോ ഇന്ന് ബിറ്റ്കോയിനിൽ നമ്മൾ എന്ത് കണ്ടു, ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്, ഞായറാഴ്ച സംഭവിക്കാത്ത കുറച്ച് മൂവ്സ് കണ്ടു. സോ ഞാനത് സ്ക്രീനിൽ നിങ്ങൾക്ക് വെടിപ്പായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, സോ സ്ക്രീനിൽ തന്നെ കണ്ടോ കേട്ടോ. സോ ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വീക്കിൽ ഓക്കെ, സോ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. സോ ഈ ഒരു വീക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അയ്യോ, സെറ്റിങ്സ് ഓൺ ആയോ? ഈ ഒരു വീക്കിൽ നോക്കി, ഈ ഒരു ഡേ, അതായത് സൺഡേ എന്നുള്ളൊരു ഡേയിൽ നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ, സൈഡ് വേസ് ട്രെൻഡൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സൈഡ് വേസ് ട്രെൻഡ് ആയിരിക്കും. പക്ഷെ ഇന്ന് നമുക്കൊരു സഡൻ റഷ് കണ്ടു. സോ മാർക്കറ്റിൽ ഞായറാഴ്ച ഇങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് നല്ല രീതിയിൽ വോളിയം ഉണ്ട്. സൺഡേ ആയിട്ടും മാർക്കറ്റിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സോ നോർമലി മാർക്കറ്റിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കാണാറില്ല. സോ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ നല്ലൊരു അൺഎക്സ്പെക്റ്റഡ് മൂവ് കിട്ടി. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ നമുക്കൊരു ട്രേഡും കിട്ടി. സോ ട്രേഡ് കിട്ടിയത് 5 മിനിറ്റിലാണ്. ഓക്കെ, ബിറ്റ് കോയിൻ പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം ഇന്ന്. സോ ട്രേഡ് കിട്ടിയത് നമുക്ക് 5 മിനിറ്റിലാണ്. സോ 5 മിനിറ്റിൽ നമ്മൾ ട്രേഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രേഡ്. സോ സഡൻ ടി പി, അതായത് 5, 10, 15 ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളിത് ടി പി അടിച്ചു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ലൈവ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. സഡൻ റഷായിരുന്നു അടിയിലോട്ട്, അത് പിന്നെ മുകളിലോട്ട് പോയി, പിന്നെ അടിയിലോട്ട് വന്നു. നമുക്ക് ടി പി അടിച്ചു. നമുക്ക് വേറെ ഒന്നും വേണ്ട, ടി പി അടിച്ച് ഇനി എന്താ വേണ്ടേ? ഈ ടി പി അടിക്കാൻ തന്നെയല്ലേ നമ്മൾ കാലങ്ങളായിട്ട് ട്രേഡ് എടുക്കാനും ട്രേഡ് പഠിക്കാനൊക്കെ നിൽക്കുന്നത്. സോ സിമ്പിൾ സെറ്റപ്പാണ്. ഈ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ ക്ലാസ്സും കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് വീക്കിൽസ് ട്രേഡ്സ്, അതേപോലെ തന്നെ കറൻസീൻ്റെ മാർക്കറ്റ് പെയേഴ്സ് കാര്യങ്ങൾ, അതേ മാർക്കറ്റ് സ്ട്രക്ചർ കാര്യങ്ങൾ എല്ലാം നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ. സോ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് GBP/USD ആണ്. GBP/USD ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് GBP/USDൻ്റെ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ നോക്കാം. സോ GBPൻ്റെ സ്ട്രക്ചർ നമ്മൾ 1 അവറിലാണ് അനലൈസ് ചെയ്യുന്നത് കേട്ടോ. സോ GBP അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ GBPയിൽ നമുക്ക് ട്രേഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം തന്നെ പറയാം. സോ ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം നല്ല രീതിയിൽ മുകളിലെത്തിയിട്ടുണ്ട്. സോ നമുക്കൊരു സ്ട്രക്ചർ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഓൾറെഡി ട്രെൻഡാണ്. അത് ഇനി ഡൗൺ സൈഡ് വരണം. അതായത് ഡൗൺ സൈഡ് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവൽ എത്തണം. സോ നമുക്ക് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ട് മാർക്ക് ചെയ്യണം. ഇനി ഇത് ഡൗൺ ട്രെൻഡ് ആവരുത് കേട്ടോ. സോ ഡൗൺ ട്രെൻഡ് ആവാതിരിക്കണം. സോ ഡൗൺ ട്രെൻഡ് ആവാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിന് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ട്രേഡ് കിട്ടും. പക്ഷേ ഇത്രയും വലിയൊരു ഇതിൽ നമുക്ക് ഇത്രയും ചെറിയൊരു ട്രേഡ് നമ്മൾ എടുക്കുമോ? അതില്ല. അതുകൊണ്ട് നമ്മളിത് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു ട്രേഡ് വേണ്ട. കാരണം ഇത് SL കൂടുതലും TP കുറവുമായിരിക്കും. ഒരു 1:2 റേഞ്ചൊന്നും വെക്കാൻ ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ഈ ട്രേഡ് വേണ്ട. ഓക്കെ, അതേപോലെ തന്നെ ബ്രിട്ടീഷ് JPY, ബ്രിട്ടീഷ് JPP, അത് GBP/JPY. സോ അതും ഓൾ ടൈം ഹൈ ആണ്. അതായത് ഓൾ ടൈം ഹൈ അല്ല, ഒരു ഹൈയിലാണ്. അതായത് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയില്ല, ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. സോ ഹൈയിലാണ് നിൽക്കുന്നത്. സോ അവിടെയും നമുക്ക് ട്രേഡ് ഇല്ല. സോ നമുക്ക് ട്രേഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സോ നമുക്ക് ട്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചർ വേണം. ഈ സ്ട്രക്ചർ ഇതിലുണ്ടോ? ഇല്ല, സ്ട്രക്ചർ ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ട്രേഡ് ഇല്ല. പിന്നെ നമ്മൾ എന്തിനു വെറുതെ നമ്മൾ ഉണ്ടാക്കിയും ഇല്ലാതെയും വെറുതെ എന്തിനു ട്രേഡ് എടുക്കണം? സോ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. സോ നിങ്ങൾ ഓരോന്ന് അങ്ങോട്ട് തരും ഇങ്ങോട്ട് തരും എന്നിട്ട് വെറുതെ ട്രേഡ് ഇടും, അത് സെൽ അടിക്കും, പൈസ പോയി. എവിടെ നിന്ന്? എന്ത് കാര്യം?
എന്തിനാണ് വെറുതെ ഇങ്ങനെ ട്രേഡ് ഇട്ടിട്ട്? ഒരു കാര്യമില്ല. അപ്പോൾ ട്രേഡ് ഇടാതിരിക്കുക. ഓക്കെ, സോ അടുത്തത് ഓസ്ട്രേലിയൻ ഡോളറാണ്. ഓസ്ട്രേലിയൻ ഡോളർ മോനെ ഒരു രക്ഷയില്ല ഓസ്ട്രേലിയൻ ഡോളർ. സോ വീഡിയോ മറക്കാതെ തന്നെ കണ്ടോ, ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. നമുക്ക് കുറച്ച് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. സോ കുറച്ച് പ്രോഫിറ്റ് കിട്ടും, നമുക്ക് ജീവിക്കാനുള്ള വകയായില്ലേ. സോ നമുക്കിങ്ങനെ പോയാൽ പോരെ. സോ നോക്കിക്കോ. സോ സിമ്പിളായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ട്രേഡൊന്നുമില്ല. സോ മാർക്കറ്റിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക്, പക്ഷേ ഇത് അപ് ട്രെൻഡാണ് കേട്ടോ. അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ട്രേഡ് കിട്ടും. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അപ്പുറത്തുള്ളവൻ്റെ വായ നോക്കാൻ, ഇപ്പുറത്തുള്ളവൻ്റെ ചീത്ത കേൾക്കാനൊക്കെ വെറുതെ എന്തിനാണ് പോണത്? സോ നമുക്ക് ഇത് തന്നെ മാർക്കറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മളിട്ട ട്രേഡിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സെല്ലാണ് ഇട്ടത്, ഇങ്ങനെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് മോനെ പുള്ളിയാണത്. അത് പുള്ളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ്. ആ ഒരു സംഭവം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. സോ നോക്കിക്കോ. അടുത്തത് USD JPY. USD JPYൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഫുൾ അടിപൊളി സംഭവങ്ങളാട്ടോ. സോ USD JPYൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ USD JPY ഡൗൺ ട്രെൻഡ് ആവുന്നു, വീണ്ടും അപ് ട്രെൻഡ് ആവുന്നു, വീണ്ടും ഡൗൺ ട്രെൻഡ് ആവുന്നു, വീണ്ടും അപ് ട്രെൻഡ് ആവുന്നു. സോ ഇപ്പോൾ കറൻ്റ്ലി ഡൗൺ ട്രെൻഡിലാണുള്ളത്. ഓക്കെ, സോ കറൻ്റ്ലി ഡൗൺ ട്രെൻഡിലാണുള്ളത്. മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആവണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് തിങ്കളാഴ്ച അറിയാം മാർക്കറ്റിൽ എന്താവും എന്നുള്ളത്. മാർക്കറ്റിൽ തിങ്കളാഴ്ച ആവണം. ഒന്ന് ചിന്തിക്ക്, മാർക്കറ്റിൽ തിങ്കളാഴ്ച ആയാലേ മാർക്കറ്റിൽ എന്തുണ്ടാവുള്ളൂ, ലിക്വിഡിറ്റി വരുള്ളൂ. സോ ഇപ്പം തന്നെ നമ്മൾ ബിറ്റ് കോയിനിൽ കണ്ടു. ബിറ്റ് കോയിനിൽ കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയോ ഇതാക്കി ഇല്ലേ. സോ മാർക്കറ്റിൽ ബിറ്റ് കോയിനിൽ ലിക്വിഡിറ്റി വന്നു. നമ്മൾ തന്നെ ആശ്ചര്യച്ചു പോയി, ഞായറാഴ്ച ഇങ്ങനത്തെ ലിക്വിഡിറ്റി, അതായത് ഇങ്ങനത്തെ മാർക്കറ്റിൽ ഇത്ര വോളിയൊക്കെ വരുമോ എന്നുള്ളത്. സോ ചിന്തിച്ച് നോക്ക്. സോ അതേപോലെ തന്നെ ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD CAD ആണ്. USD CAD പുള്ളിയാണ്, പുള്ളി ചാർട്ടാണ് മുത്തേ, ഒരു രക്ഷയില്ല, ഒരേ പൊളിയാണ്. സോ നോക്കിക്കോട്ടാ, USD CAD ഓൾറെഡി അപ് ട്രെൻഡ് ആയിട്ടിരിക്കുന്ന സംഭവം പുള്ളിയാണെന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. സോ അപ് ട്രെൻഡ് ആയിരിക്കുന്ന ഇതിൽ നമുക്ക് ഓരോ സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇത് കറൻ്റ്ലി അപ് ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡ് ഇതുവരെ ആയിട്ടില്ല. സോ മാർക്കറ്റ് മുകളിലോട്ട് പോവും, നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, സോ അടുത്തത് USD ആണ്. USD നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡൗൺ ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡ് കേട്ടോ. സോ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡിൽ ഇത് അടിയിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. USD ബിഗിനേഴ്സിന് ഒരേ പൂളിയായിട്ടുള്ള കറൻസിയാണ് കേട്ടോ. സോ ഇതിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ട്രേഡ് ചെയ്യാൻ വയ്ക്കും. USDയിൽ ട്രേഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും ട്രേഡ് ചെയ്യും. ഇതും പൊളി സാധനമാണ്. ഓക്കെ, അതേപോലെ തന്നെ GBP അല്ല, JPYയിൽ നമുക്ക് അപ് ട്രെൻഡാണ്. ഓക്കെ, അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ നമ്മൾ എവിടെ നിന്ന് എൻട്രി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ കണ്ടോ, നമ്മളിവിടെ മാർക്ക് ചെയ്തു. സോ നമ്മളിവിടെ ട്രെൻഡ് ലൈൻ വരച്ചു. നമ്മളിവിടെ ഇനി ഏതിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യണം, എവിടെയാണ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത്? സോ ഇവിടെയാണ് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു ഇത്രയും നേരം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കാര്യത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഓർഡർ ബ്ലോക്ക് അവിടെ തന്നെ ഉണ്ട്. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് എത്തട്ടെ, നമുക്ക് അവിടെ നിന്ന് ട്രേഡ് ഉണ്ടാവും. ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തിനു നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്? സോ മാർക്കറ്റ് അവിടെ നിന്ന് എന്തായാലും റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി റിയാക്ട് ചെയ്തില്ലെങ്കിൽ പോട്ടെ, നമുക്ക് ട്രേഡ് ഇല്ല, അത്രയേ ഉള്ളൂ. ട്രേഡ് ഇല്ല. നമ്മൾ എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് ട്രേഡ് എടുത്തിട്ട് ബബ്ബ അടിച്ചിട്ട് SL അടിച്ച് മൂടും പോയി മൂഞ്ചി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നടക്കേണ്ട ആവശ്യം എന്താ? സോ ഇത് സിമ്പിളാണ്, എന്നാൽ അതിനനുസരിച്ച് ടഫുമാണ്. എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ട്രേഡറാക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഗോൾഡ് പിന്നെ ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല. ഒന്നാമത് നമുക്ക് പറ്റിയ പണിയല്ല ഒന്നാമത്. സോ ഗോൾഡ് നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരു ഫോർമേഷനാണ് കഴിഞ്ഞൊരു വീക്ക് ഉണ്ടായത്. സോ അടുത്ത് ബിറ്റ് കോയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5 മിനിറ്റിൽ എൻട്രി കിട്ടി.
നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി, അത്ര തന്നെ, കുറച്ച് പ്രോഫിറ്റ്. സോ ലൈവ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, ലൈവിൽ നമ്മളും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി, അവരും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഓസ്ട്രേലിയൻ ഡോളർ ലിക്വിഡിറ്റി കവർ ചെയ്തു. മേലത്തെ ലിക്വിഡിറ്റി എടുത്തു, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുത്തു. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പൈസ, കാശ്, എത്രങ്ങാനും കാശാണ് ആ ഒരു ക്യാൻഡിലിരിക്കുന്നത്. ജസ്റ്റ് ഒരു വരയല്ല അത്, അതിൻ്റെ അകത്ത് നിറച്ച് പൈസകളാണ്, മില്യൺ ബില്യൺ കണക്കിന് പൈസകളാണ് അതിൻ്റെ അകത്ത്. ഓക്കെ, സോ AUD CADയിലും നമുക്ക് ട്രേഡുകളൊന്നുമില്ല. ഇനി GBP CHFൽ നമുക്ക് ട്രേഡ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അതിലും ഇല്ല. സോ ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഡൗൺ സൈഡ് എത്താം. സോ എനിക്ക് തോന്നുന്നു GBP CHF, മോനെ GBP CHFൽ ഞാൻ എപ്പോഴൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടോ അതൊക്കെ എൻ്റെ SL അടിച്ചിട്ടുണ്ട്. സോ അതൊരു വിയേർഡ് കറൻസി, എനിക്ക് ഭാഗ്യമില്ലാത്തൊരു കറൻസിയാണ് GBP CHF. സോ രണ്ടെണ്ണം അങ്ങാണ്ട് TP അടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇതാണ്. പക്ഷെ എൻ്റെ ഭാഗ്യ കറൻസി എന്ന് പറയുന്നത് ഒന്ന് USD JPYയും യൂറോ USD ആണ്. അതിൽ ഞാൻ എപ്പോഴൊക്കെ ട്രേഡ് എടുക്കുന്നോ ഒക്കെ TP അടിക്കലുണ്ട്. ഉള്ളി കറൻസിയാണ് യൂറോയും USD JPYയും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ, ഇനിയുള്ള വീഡിയോസ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ക്ലാസ് കേൾക്കാം. ഓക്കെ, സോ ഞാൻ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, സോ ആർക്കും ചിരിയൊന്നും വരണ്ട, ഞാൻ കാണിക്കുന്നുണ്ടിട്ട് ചിരിയൊന്നും വരണ്ട. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മൾ ഓരോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. വേറെ ഒരു കാര്യം നമുക്ക് വേണ്ട. നമുക്ക് ചാർട്ടിലിങ്ങനെ വരുന്ന വരകൾ ഇങ്ങനെ അങ്ങനെ പ്രോഫിറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഇതുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വെറുതെ ഓരോരുത്തരെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എന്തെന്നാണ് വെറുതെ. സോ നമുക്ക് റിയാക്ഷൻ ഇഷ്ടമാണ്. സോ എനിക്ക് വേറെ ചാനലുണ്ട്, ഞാൻ അതിൽ റിയാക്ഷൻ ചെയ്യലുണ്ട്. എൻ്റെ ജെന്യൂൻ അഭിപ്രായങ്ങൾ ഞാൻ പറയും. സോ അതിനെനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. സോ എനിക്ക് മറ്റുള്ളവൻ പറയണത് ഇതാക്കിയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ വിടേണ്ട ആവശ്യമില്ല. അത്ര ഉള്ളു കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരത് പറയണത് കേട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ തന്നെ അന്തം കമ്പിയായിട്ട് മൂഞ്ചി തിരിഞ്ഞ് അവിടെ ഇരിക്കും. അത്ര ഉള്ളൂ അതൊക്കെ. സോ വെറുതെ എന്തിനാണ്? താല്പര്യം ഉണ്ടെങ്കിൽ ട്രേഡിങ് പഠിക്കാൻ പോവാം. ഞാൻ ക്ലാസ് എടുത്ത് തരാം. ജസ്റ്റ് 999 റുപ്പീസ് ഉള്ളൂ, 999 രൂപ. സോ ലൈവ് ക്ലാസ്സാണ്, ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ടാവാറുണ്ട്. എല്ലാം നമ്മൾ പഠിപ്പിച്ച് തരും, എല്ലാ സംശയങ്ങളും നമ്മൾ തീർത്തരും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.